ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ SSLC എക്സാമിനേഷനാണ് 2026 നടക്കാൻ പോകുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ചില ആൾക്കാർ അതിനൊക്കെ വളരെ കെയർലെസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സ് തരാനാണ് ഫസിൽ സാർ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും റൈസിലോട്ട് സ്വാഗതം. എനിവേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ റീസൺ ഞാൻ പറയാം. അതായത് പുസ്തകം മാറിയിട്ടുണ്ട്. പുസ്തകം മാറിയെന്ന് മാത്രമല്ല, മാറി വന്ന സിലബസ് അത്യാവശ്യം ടഫായിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, 2024 SSLC എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് റെക്കോർഡ് ഫുൾ A+ വന്നിരുന്നു. കൊറോണയ്ക്ക് ശേഷം അത്രയും ഒരു ഫുൾ A+ വന്നത് ആദ്യമായിട്ടായിരുന്നു. 70ഓളം കുട്ടികൾ ഫുൾ A+ നേടി. ഈ വർഷം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ഫുൾ A+ എണ്ണം ഏകദേശം ഒരു 13,000-14,000 കുറഞ്ഞിട്ടുണ്ട്. 60,000 സംതിങ് ആ ഒരു റേഞ്ചിലേക്ക് എത്തി ഫുൾ A+ എണ്ണം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എക്സാം ടഫായിട്ടാണോ, മക്കൾ പഠിക്കാത്തതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല, ഒരേ സിലബസ് തന്നെ ആയിരുന്നു. പക്ഷേ വാല്യുവേഷനും പരീക്ഷയും കുറച്ച് ടഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എന്ത് സംഭവിക്കും? ഒന്നാമതായിട്ട് ഞാൻ പറയാം, പരീക്ഷ ടഫാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ടഫാവുന്നതല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സിലബസ് മാറിയ സമയത്ത് നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടായിരിക്കും, അയ്യോ ടഫായിരിക്കും. അപ്പോൾ ആ തോന്നലൊരു ടഫാക്കി മാറ്റും. നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ 9ാം ക്ലാസ് തന്നെ മാറിയ സിലബസ് പഠിച്ച ആളുകളാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലക്കാണ് 10ാം ക്ലാസ് ഒന്ന് കടന്നു പോകുന്നത്. 10ൽ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ തിരിച്ചാണ് വന്നത്. അതായത് മുൻ വർഷങ്ങളിൽ 9ാം ക്ലാസ്സിലും അതുപോലെ അവസാന ഭാഗത്ത് വന്നിരുന്ന ചാപ്റ്റേഴ്സ് ആദ്യ ഭാഗത്തേക്ക് വന്നു. അത് സയൻസിലായാലും സോഷ്യൽ സയൻസിലായാലും മാത്സിലൊക്കെ ആയാലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു മാറുന്ന എക്സാം പാറ്റേണിലേക്കുള്ള ഒരു നമ്മൾ പറയാറില്ല, ഒരു തുടക്കമാണത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ശ്രദ്ധിച്ച് തന്നെ തുടങ്ങണം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് തുടങ്ങുമ്പം നമ്മൾ തുടങ്ങേണ്ടത് ബേസിക്കിൽ നിന്നാണ്. ബേസിക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്. 8ാം ക്ലാസ്സിൽ ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ആ 8ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് 10ാം ക്ലാസ്സിലെ പല ചാപ്റ്റേഴ്സും വരുന്നത്. അപ്പോൾ ആ 8ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എവിടെ കിട്ടുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ റൈസിലാണ് കിട്ടുക, അതൊരു സംശയം വേണ്ട. അപ്പോൾ ആദ്യം നമ്മളിവിടെ തുടങ്ങിയതെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് വെച്ചിട്ട് തന്നെയായിരുന്നു. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്തും അവിടെ നിങ്ങൾക്ക് എന്തെല്ലാം മുൻ ക്ലാസ്സുകളിൽ നിന്ന് വേണം, അങ്ങനെ ഓരോ ടീച്ചേഴ്സും പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആഫ്റ്റർ ദ ലൈവ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് കിട്ടിത്തരും. അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിവേ എക്സാം എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ, SSLC എക്സാമിനേഷന് ഫുൾ A+ നേടണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളതാണ്. റെഗുലറായിട്ട് ഒരു സ്റ്റഡി ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റൈസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാൻ വേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, SSLC എക്സാമിനേഷനെ വളരെ നൈസായിട്ട് അല്ലെങ്കിൽ വളരെ സില്ലി ആയിട്ട് നിങ്ങൾ കാണരുത്. ഇതുവരെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ എക്സാം എഴുതിയ വരെയുള്ളൊരു എക്സാം അല്ല. എല്ലാവരും ഉറ്റുനോക്കുന്നൊരു പരീക്ഷയ്ക്കപ്പുറത്തേക്ക് നിങ്ങളുടെ +1 അഡ്മിഷനെ ബാധിക്കും. മറ്റ് നിങ്ങൾ സ്റ്റഡി അബ്രോഡിനൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെയും ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ എപ്പോഴും ആ ഒരു മാർക്ക്, അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് മുകളിലോട്ടാവണം. പ്രത്യേകിച്ച് +1 +2 10ാം ക്ലാസ് മുതൽ അങ്ങോട്ട്, അതായത് മുകളിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് ഒരിക്കലും കുറയാൻ പാടില്ല എന്നർത്ഥം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, SSLC എക്സാമിനേഷന് വളരെ സില്ലി ആക്കിയിട്ട് എനിക്കും ഫുൾ A+ കിട്ടും, എൻ്റെ കസിൻസിനുണ്ടായിരുന്നു, എൻ്റെ ബ്രദറിന് സിസ്റ്ററിനൊക്കെ ഉണ്ടായിരുന്നു, മുൻ വർഷങ്ങൾ ഈസി ആയിട്ട് നേടിയിട്ടുണ്ട്. മക്കളെ, അവരൊക്കെ നേടിയത് അവരുടെ എഫേർട്ട് കൊണ്ടും ഹാർഡ് വർക്കും കൊണ്ടാണ്. അതുപോലെ ഹാർഡ് വർക്ക് നിങ്ങൾ ഇട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരും അവസാനം. അപ്പോൾ അതിലേക്കൊന്നും പോകരുത്. നിങ്ങളുടെ 10th അഡ്മിഷൻ ഇപ്പോഴേ നിങ്ങൾ റേസിൽ ഉറപ്പാക്കണം. അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, 9207100600. ഓക്കെ, അപ്പോൾ അതിൽ വിളിച്ച് നേരെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നേരെ ഇങ്ങോട്ട് പോരുക, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. കുറേ ആൾക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പുസ്തകം മാറിയിട്ടുണ്ട്, അതൊക്കെ സിമ്പിളായിരിക്കും. ആ മൈൻഡിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അതൊക്കെ മാറിയിട്ട് ഒരു പഠനത്തിൻ്റെ മൂഡിലേക്ക്, ഏത് മൂഡ്, സ്റ്റഡി വൈബ് എന്നൊക്കെ പറയില്ലേ, ആ സ്റ്റഡി മൂഡ് അതിലേക്ക് ഇങ്ങോട്ട് എത്തട്ടെ. അപ്പോൾ എനിവേ വീണ്ടും നമുക്ക് കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്. താങ്ക് യു, ബൈ, സീ യു.